ധരിക്കുന്നുണ്ട്. ഈ പുണ്യക്ഷേത്ര സങ്കേതത്തിൽ ഈ സമയം ചേരാൻ കഴിഞ്ഞത് എല്ലാവരും ശ്രദ്ധയോടുകൂടി പങ്കെടുക്കാം എന്ന് മാത്രം പത്മനാഭസ്വാമി ചരിത്ര മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശത്തുള്ള പുസ്തകങ്ങളാണ് ഭാഗവതങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ശ്രീമത്താണ് നമ്മൾ വിളിക്കുന്ന ശിവഭാഗവതം. പരമശിവധരിക്കാനായി വരുമ്പോൾ നോക്കായിട്ട് പോയിട്ടുണ്ട്. നീ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നീ ഒരിക്കലും മൃഗരൂപത്തിൽ ഭൂമിയിലേക്ക് പോകരുത്. നീ പോവുകയാണെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. അവതാരം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ശാരദാപീഠത്തിലെ സർവജ്ഞപീഠം കയറിയ ക്ഷേത്രമുള്ള പ്രാർത്ഥന ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് തുടങ്ങുന്നത്. ത്രിപുര സുന്ദരിയായി ഭഗവതി അവതരിക്കുമ്പോൾ 4 ഗുരുക്കന്മാരുടെ ശൃംഖല. അതിലാദ്യത്തെ അറിവ് നൽകുന്നത് അമ്മയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് നല്ല പുത്രന്മാർക്ക് ജന്മം നൽകാൻ വേണ്ടി അമ്മമാരെ തയ്യാറെടുക്കുകയും ചെയ്തു. രണ്ടാമതായി ഭഗവതി ഭൂമിയിലേക്ക് വരുമ്പോൾ ദുർഗാഭാഗവതിയുടെ രൂപത്തിലാണ് വരുന്നത്. ദുർഗാഭാഗവതമായ കഥകളാണ്. സ്ത്രീക്ക് രാജാധിപത്യവും ശത്രുക്കളെ നേരിടാനുള്ള കഴിവിനെ പറ്റി ദേവി ഭൂമിയിലേക്ക് വരുമ്പോൾ പരമേശ്വരന്റെ പ്രധാനമണിയായി പാർവതി ട്രോയിൽ യുദ്ധത്തിൽ പോയി കലാശിക്കും. എന്നാലും ഭാര്യ ആവശ്യപ്പെട്ടതല്ലേ എൻ്റെ ശിവൻ എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ശ്രദ്ധേയമായി പലപ്പോഴും ഭാര്യമാർ വന്ന ഭർത്താക്കന്മാരുടെ അടുത്ത് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് നിന്ന് പോട്ടെ 500 രൂപ വേണം പറഞ്ഞ ഭർത്താക്കന്മാർ പുറമെ കാണിക്കും. പക്ഷേ ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തപ്പൻ പരമശിവനാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം പരമശിവനാണ് പഠിപ്പിക്കാൻ. പക്ഷെ അതേ ഭാവത്തിൽ ശാപം കിട്ടിയപ്പോൾ ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ജനയും നരയും ബാധിക്കട്ടെ എന്നാണ് ശാപം. മതം നടക്കാൻ അപ്പോൾ ദേവന്മാരെ മാത്രം നേരത്തെ പറ്റുകയില്ല. അതുകൊണ്ട് ദേവന്മാരെന്ത് ചെയ്തു? ദേവന്മാർ വന്ന് അസുരന്മാരെ കൊണ്ടുപിടിച്ചു. നമ്മൾ ദേവന്മാരോട് കൂടെ അസുരന്മാരെ കൂടി അസുരന്മാർ രാജാവായ മഹാബലി. ഓണത്തിൻ്റെ കഥയിൽ നമ്മൾ കേൾക്കുന്ന മഹാബലി പിടിക്കാൻ പാടുന്ന സ്ഥലമുണ്ട് കോങ്ങിനൊക്കെ വിഷം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും. പരമശിവന് മരണമുണ്ടോ? സൃഷ്ടി സംസാരത്തിൽ സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന ബ്രഹ്മാവും കാളി ഭഗവതിയെ പുറത്തോട്ട് കാട്ടി കഴുത്തിൽ തൂക്കി ആണ് കാളി ഭഗവതി നിപ്പം. പല കൊച്ചുകുട്ടികൾ അമ്മയുടെ കൂടെ നിർത്തി കാളി ഭഗവതി രൂപം കണ്ട് ഭയപ്പെട്ടു. ത്രിപുരസുന്ദരി എന്ന ഗാനം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം. കാളി ഭഗവതിയുടെ നിറമാണ് കാളിക്ഷേത്രമാണ്. നിങ്ങൾ പന്തളത്ത് പോയ കാളിക്ഷേത്രത്തിലെ ഭഗവതി കണ്ടിട്ടുണ്ടോ? സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ്. അപ്പോൾ സ്വർണ്ണം നിറമുള്ള സുന്ദരിയായ കാളി ഭഗവതി എന്തിനാണ് ഈ കറക്റ്ററിന്റെ രൂപം ബംഗാളികൾക്ക് മനസ്സിലാക്കി?
അന്നദാനേശ്വരിയുമായ നടുതല ശ്രീ ഭഗവതിയുടെ തിരുമുമ്പിൽ ലക്ഷദീപത്തോടെ എന്തായാലും സ്വാമിയെ രണ്ട് വാക്ക് നമ്മളോട് അധികാരികമായിട്ട് പറയുന്നതായിരിക്കും. സർവസ്യാപ്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. പിന്നീട് യജ്ഞത്തിൽ കൂടെ ഇപ്പൊ ഉപാസന ക്ഷേത്രത്തിൽ കൂടെയാണ്. ക്ഷേത്ര ആരാധനയാണ് ഈ കലിയുഗത്തിൽ. അതാത് സന്ദർഭത്തില് ദേവിയുടെ
ഏഴാമതായി സമ്മതി വരുന്നത് രാധയായിട്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമി വന്നപ്പോൾ രാധയായിട്ട് രാധയ്ക്ക് ഒരിക്കലും ഭഗവാനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ലൈംഗിക വീഴ്ച ഇല്ലാതെ പര്യാവരണമില്ലാതെ ഈ ക്ഷേത്രം ഒരു കാവായിരുന്നപ്പോൾ അതൊരു കാവായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങൾക്കും 4 ഉപഭാഷകളുണ്ട്. ആദ്യം ഒരു കാവായിരിക്കും, പിന്നെ ഗോകുലം, പിന്നെ അമ്പലം, പിന്നെ ക്ഷേത്രം. കാവിന്റെ ഭാവത്തിലുള്ള യേശുക്രിസ്തു പുരുഷനാണ്. മുസ്ലിങ്ങളുടെ അല്ലാഹു പുരുഷനാണ്. പക്ഷെ ദൈവം സ്ത്രീ രൂപത്തിൽ വരാം എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞ സനാതന ധർമ്മം. ഇവിടുന്നാണ് സുബേരിയും നക്ഷത്രവുമൊക്കെ കൊണ്ടുപോയത്. അപ്പൊ ആ ദേവി ലോകത്തിൽ ആരാധിക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ച് 5 ഫോമാണ്. ഒന്ന് വർഷപ്പിച്ചായ തീ കൊണ്ട് പ്രാർത്ഥിക്കുക, ആര്യവർഗക്കാരാണ് സനാതനമാണ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത് വർഷപ്പിച്ച് വാട്ടർ, നദീതല സംസ്കാരങ്ങളിൽ നദിയിലെ വെള്ളം എടുത്ത് ആര്യത്തോട് പ്രാർത്ഥിക്കുക. 3 വർഷപ്പിച്ച് ഫ്ലവേഴ്സ്, ദ്രാവിഡ വർഗ്ഗക്കാർ പൂക്കൾ ശേഖരിച്ച് ആ പൂക്കൾ കൊണ്ട് ഹാരം ഉണ്ടാക്കി ദേവനെ ആരാധനാ ഭാവം. 5ാമത്തത് വർഷപ്പിച്ച് ഡാൻസ് ആൻഡ് മ്യൂസിക്. ദൈവത്തിന് പാട്ട് ഇഷ്ടമാണ്. രാവിലെ ഭഗവാൻ ഉണർന്നുകൊണ്ടുള്ള പാട്ടുകളാണ്. പത്മനാഭസ്വാമിയുടെ ക്ഷേത്രം ചെല്ലുമ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആയുധങ്ങളുണ്ടാക്കി മറ്റു മതങ്ങളിൽ വെളിച്ചം നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഋതുവേദത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മന്ത്രം ചേർത്ത് വെച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ മന്ത്രം. ഇരുട്ടിൽ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. ഇരുട്ടിൽ നിന്ന് തമസിൽ നിന്ന് ജ്യോതിർ അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ടുവരട്ടെ ഈ നാടിന്. എങ്ങനെയാണ് അങ്ങനെ മതി. നടുതുണ്ട ഭഗവതിയുടെ നാമധേയത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു അറിയിപ്പ്. പാതിരാപ്പള്ളി വീട്ടിലെ ഭുവനേശ്വരി മാമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഹൈറ്റ് കൂടുതലത് അത്ര. അത് ജമ്പലല്ലേ? ആ ജമ്പൽ നല്ല വർക്ക് റണ്ണിങ്ങുകളല്ലേ? കൈ വെച്ച് റണ്ണിങ്ങാണോ? അല്ല, ഇത് റണ്ണിങ് ഇല്ലല്ല. അല്ല, ഇത് അല്ലാതെ തന്നെ കറങ്ങുന്നില്ലേ? ഇത് സാധായല്ലേ? ഇത് സാധാ.
കാര്യം. Yes. വർക്ക് റണ്ണിങ്ങളല്ലേ കൈ വെച്ച് റണ്ണിങ്ങളോ അല്ല ഇത് റണ്ണിങ് ചെയ്തില്ല റെക്കോർഡിങ് ഇത് മാത്രം ചെയ്യാം. അല്ല ഇത് അല്ലാതെ തന്നെ കറങ്ങുന്നില്ലേ ഇത് സാധായല്ലേ ഏത് ചാനലേത് ശ്രീ ക്രിയേഷൻ ശ്രീ ക്രിയേഷൻ യൂട്യൂബാണ് യൂട്യൂബ് അമ്മ എന്നെ കളി അമ്പടി ഇങ്ങോട്ട് പോടാ ചെറുക്കാ ആ ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അങ്ങ് പോയി ഞാൻ എടുത്തരാം ഇപ്പോൾ ഫാമിലി ഇരിക്കാൻ ചെരുപ്പ് കുഴപ്പമൊന്നുമില്ല ഓ എന്തൊന്നുമില്ല ഇത് ഒന്നും കാണാനില്ലല്ലോ അതിനകത്ത് ലൈറ്റ് കുറവ് ലൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ അങ്ങനെ ഇതുണ്ടോ ഒന്ന് മാറണ്ട സൂം ചെയ്ത് വെച്ചിരിക്കണ ആ ഇപ്പോഴേ കറക്റ്റായത് വെട്ടമില്ലാത്തതൊന്നും കാണാൻ പറ്റത്തില്ല ഉണ്ട് ഫുൾ എടുത്തിട്ടുണ്ട് ആ അത് നോക്കാണ്ട് നോക്കാം അത് വെട്ടമില്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല നോക്കാം ഓക്കെ അല്ലേ ലക്ഷദ്വീപത്തോടെ ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു അറിയിപ്പ്. പാതിരാപ്പള്ളി വീട്ടിലെ ഭുവനേശ്വരി മാമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്ര നിങ്ങളെ എടുത്തിട്ടുണ്ട്
ശബരിമലയിൽ മറ്റു മതങ്ങളിൽ വെളിച്ചം നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഋതുവേദിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു മന്ത്രം ചേർത്ത് വെച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ മന്ത്രം. സോദനെ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് തന്നെ ഇരുട്ടിൽ നിന്ന് ദീപം കത്തിച്ചിരിക്കുന്നു. 1,00,000 ഈ ക്ഷേത്രത്തിൽ ലക്ഷദീപം ഈ നാടിന് വെളിച്ചം പകരട്ടെ. ഈ നാടിന് ദൈവയുടെ അനുഗ്രഹം കൊണ്ടുവരട്ടെ. ഈ നാടിന് ശ്രദ്ധേയമായ ആ കത്തിച്ച വിളക്കിനെ തന്നെ പിന്നെയും കത്തിക്കണം കേട്ടാ. കത്തിച്ച വിളക്ക് തന്നെ പിന്നെയും കത്തിക്കണമെന്ന്. കത്തിച്ച് എടുത്തെടുത്ത് ഈ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്
ചേച്ചി ഓർമ്മയുണ്ടോ പോകാം. തുടരുന്നു